ദുഃഖ്രാന തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദുഃഖ്രാന തിരുനാൾ തോറാന പെരുന്നാൾ എന്ന പേരിലാണ് നമ്മൾ അറിഞ്ഞു വളർന്നത്. തോരാതെ മഴ പെയ്ത് കാട്ടാനയും കരടിയും ഒലിച്ചു വന്നിരുന്നു എന്ന് പഴമക്കാർ തോറാനയെ പറ്റി നമ്മളെ പഠിപ്പിച്ച കഥകൾ. എന്തൊക്കെയായാലും ജാതി മതഭേദമന്യേ എല്ലാവരുടെയും മനസ്സിൽ തോറാന പെരുന്നാളിന് പ്രധാന സ്ഥാനമുണ്ട് എന്നത് ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ എന്ന യേശുവിൻ്റെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് 12 ശിഷ്യന്മാരിൽ ഒരുവനായ ദിദിമൂസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ലീഹ സ്വന്തം വീടും നാടും വിട്ട് കാടും കടലും പുഴയും താണ്ടി വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തോമസ് ലീഹയെ കുറിച്ച് പറയുന്ന ഒരു പ്രധാന ഭാഗമുണ്ട്. ലാസറിന്റെ മരണവാർത്ത അറിഞ്ഞ് യേശു പറയുന്നു, നമുക്ക് ബഥാനിയിൽ പോയി ലാസറിനെ കാണാമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ യേശുവിനെ കല്ലെറിയാൻ കാത്തിരിക്കുകയാണെന്ന് ജനങ്ങൾ യേശുവിനെ ധരിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് തോമസ് ലീഹ പറയുന്നു, നമുക്കും അവനോടൊപ്പം പോകാം, അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ് ആ ധീരമായ വാക്കുകൾ ചെന്ന് അവസാനിക്കുന്നത് മദ്രാസിലെ ചിന്നമനയിലാണ്. അങ്ങനെ യേശുവിന് വേണ്ടി രക്തസാക്ഷ്യം വരിച്ച വിശുദ്ധ തോമസ് ലീഹായുടെ വഴിയിലൂടെ നമുക്കും സഞ്ചരിക്കാം, നമ്മളറിഞ്ഞ യേശുവിനെ നമുക്കും പ്രഘോഷിക്കാം, അതോടൊപ്പം യേശുവിൻ്റെ നല്ല ഒരു അനുയായിയായി നമുക്കും തീരാം. ഏവർക്കും ദുഃഖ്രാനയുടെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.